ഐസോമേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഐസോമേഴ്സിലൊക്കെ സെയിം അല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാം എലിമെന്റ് സെയിം ആണോ? സെയിം ആണ്. അറ്റോമിക് നമ്പർ സെയിം ആണോ? സെയിം ആണ്. മാസ് നമ്പർ സെയിം ആണോ? അതും സെയിം ആണ്. അപ്പൊ ചോദിക്കാം അല്ല ഐസോമറിൽ എന്താ ഡിഫറെന്റ് ആയിട്ടുള്ളത്? ഡിഫറെന്റ് ന്യൂക്ലിയർ എനർജി. അതായത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർക്ക് രണ്ടാൾക്കും സെയിം ന്യൂക്ലിയർ എനർജി ആയിരിക്കും. അല്ല ഇവർക്ക് രണ്ടാൾക്കും രണ്ട് ഡിഫറെന്റ് ന്യൂക്ലിയർ എനർജി ആണെങ്കിൽ അതിനെയാണ് ഐസോമേഴ്സ് എന്ന് വിളിക്കുക. അങ്ങനെയൊക്കെ പറ്റുമോ? അങ്ങനെ പറ്റും. അതായത് H11 എന്ന് പറയുന്നതും H11 എന്ന് പറയുന്നതും രണ്ട് ആറ്റത്തിന് ഡിഫറെന്റ് ന്യൂക്ലിയർ എനർജി ആവാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ ആ രണ്ട് ആറ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസോമേഴ്സ് എന്ന് വിളിക്കാം. ഐസോമേഴ്സ്. അപ്പം ഐസോടോപ്സ് എന്താണ്, ഐസോബാർസ് എന്താണ്, ഐസോടോൺസ് എന്താണ്, ഐസോമേഴ്സ് എന്താന്നൊക്കെ നമ്മളൊന്ന് ഡിഫൈൻ ചെയ്തു. ഐസോടോപ്സ് എന്താ? Those elements with same atomic number and different mass number. What are isobars? Those elements with same mass number but different atomic number. What are isotones? Isotones are those elements with different atomic number, different mass number but with same number of neutrons. What are isotones? Isotones are those elements with different atomic number, different mass number but with same number of neutrons. What are isomers? Isomers are atoms with the same atomic number, same mass number. The difference is they are having different nuclear energy. They are having different nuclear energy. അല്ലേ? കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായതിനു ശേഷം next what we are going to do is we are going to calculate the size of റുദർഫോർഡ് പറഞ്ഞിട്ടുണ്ട് എന്ത് ആറ്റത്തിന്റെ സൈസിനെ വെച്ച് നോക്കുമ്പോൾ ന്യൂക്ലിയസിന്റെ സൈസ് വളരെ വലുതാണെന്നാണോ വളരെ ചെറുതാണെന്നാണോ റുദർഫോർഡ് പറഞ്ഞത്? വളരെ ചെറുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു 10 സ്റ്റുഡൻസ് ഉള്ള ഒരു ഗ്രൂപ്പിനെ ഒരു ക്ലാസ്സിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ ഒരു 80 സ്റ്റുഡൻസ് ഉള്ള ഒരു ഗ്രൂപ്പിനെയും ഒരു ക്ലാസ്സിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് ഗ്രൂപ്പിനെയും ഒരേ ക്ലാസ്സിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? 10 സ്റ്റുഡൻസ് ഉള്ള ഒരു ഗ്രൂപ്പിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന അതേ ക്ലാസ് റൂമിലേക്ക് 80 സ്റ്റുഡൻസ് ഉള്ള ഗ്രൂപ്പിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലേ? പറ്റില്ല. 80 സ്റ്റുഡൻസ് ഉള്ള ഗ്രൂപ്പിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് we will have to find out a larger class, isn't it? അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ന്യൂക്ലിയസിന്റെ വോളിയം, we understood that the volume of a nucleus is directly proportional to the mass number. Atomic number എന്നാണോ mass number എന്നാണോ ഞാൻ പറഞ്ഞത്? mass number. മാസ് നമ്പർ എന്ന് പറയാൻ കാരണം ഒരു ന്യൂക്ലിയസിനുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആള് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണോ മാസ് നമ്പർ ആണോ? അത് മാസ് നമ്പർ ആണ്. അപ്പൊ ആറ്റോമിക് നമ്പർ എന്താ? അത് ന്യൂക്ലിയസിനുള്ള പ്രോട്ടോൺസിന് എണ്ണല്ലേ അല്ലെ ആറ്റോമിക് നമ്പർ. അപ്പം ദ ടോട്ടൽ വോളിയം ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു മാസ് നമ്പർ ആയിരിക്കും. ഈക്വൽ ടു മാസ് നമ്പർ എന്നാണോ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു മാസ് നമ്പർ എന്നാണോ ഞാൻ പറഞ്ഞത്? എന്താണ്? The total volume is directly proportional to mass number ആണ്. അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസ് സ്പെറിക്കൽ ഇൻ ഷേപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഒരു സ്പിയറിന്റെ വോളിയം 4/3/r³ അല്ലേ? അല്ലേ? ന്യൂക്ലിയസ് ഒരു സ്പെറിക്കൽ ഷേപ്പിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് സ്പിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3/r³ അല്ലേ? ദാറ്റ് ഷുഡ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പർ. നമ്മൾ എ എന്നല്ല ഡിനോട്ട് ചെയ്യാം ആണോ? മാസ് നമ്പർ നമ്മൾ എ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടല്ലേ ഡിനോട്ട് ചെയ്യാറ്? ആണ്. അങ്ങനെയാണെങ്കിൽ 4/3/r³ പ്രൊപ്പോർഷണൽ ടു എ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അതിൽ 4/3π എന്ന് പറയുന്നത് ഓൾറെഡി ഒരു കോൺസ്റ്റന്റ് അല്ലേ? 4/3π എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾറെഡി എ കോൺസ്റ്റന്റ്. Isn't it? അങ്ങനെയാണെങ്കിൽ can I write r³ proportional to a? എഴുതിക്കൂടെ? r³ proportional to a എന്ന് എഴുതിക്കൂടെ? Yes or no? എഴുതാം. അങ്ങനെയാണ് r proportional to a raised to 1/3 എന്ന് എഴുതിക്കൂടെ? Can I write r proportional to a raised to 1/3? Yes or no? Yes. അങ്ങനെയാണെങ്കിൽ
R proportional to A raised to 1/3. Proportionality മാറ്റിയിട്ട് equality എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവരണമെങ്കിൽ we will have to multiply with the proportionality constant. Therefore, R is equal to ആണെങ്കിൽ a constant into A raised to 1/3. That is R is equal to R0 A raised to 1/3. എഴുതി കണ്ടോ? Can you see this? R is equal to R0 A raised to 1/3. ഈ R0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ആ R0 ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാണ് ന്യൂക്ലിയസിന്റെ റേഡിയസ് എപ്പം A1 ആവുമ്പോൾ. A1 ആയ എലിമെന്റ് ഏതാ? ഹൈഡ്രജൻ ആണോ, ഡ്യൂട്ടീരിയം ആണോ, ട്രിഷ്യം ആണോ, ഹീലിയം ആണോ? A1 ആയിട്ടുള്ള എലിമെന്റ്. മാസ് നമ്പർ 1 ആയിട്ടുള്ള എലിമെന്റ് എന്ന് പറയുന്ന ആരാ? നോർമൽ ഹൈഡ്രജനിലെ പ്രോട്ടിയം. നോർമൽ ഹൈഡ്രജനിലെ പ്രോട്ടിയം അല്ലേ? ആണോ? അപ്പൊ R0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വില 1.2 into 10⁻⁻15 മീറ്റർ ആണ്, അല്ലെങ്കിൽ 1.2 ഫെംറ്റോമീറ്റർ. 10⁻⁻15 എന്ന് പറയുന്ന ഫെംറ്റോ അല്ലേ? അല്ലേ? അപ്പൊ R0 എന്ന് പറയുന്നത് 1.2 into 10⁻⁻15 മീറ്റർ അല്ലെ 1.2 ഫെംറ്റോമീറ്റർ ആണെന്ന് നമുക്ക് കിട്ടി. അപ്പം ന്യൂക്ലിയസിന്റെ റേഡിയസും മാസ് നമ്പറും തമ്മിലുള്ള കണക്ഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദ കണക്ഷൻ. വാട്ട് ഇസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയർ റേഡിയസ് ആൻഡ് മാസ് നമ്പർ? ക്യാൻ യു സേ ദാറ്റ് മാത്തമാറ്റിക്കൽ റിലേഷൻ? ന്യൂക്ലിയർ റേഡിയസ് മാസ് നമ്പർ തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻ എന്താ? R is equal to R0 A raised to 1/3. R0 A raised to 1/3. ക്ലിയർ അല്ലേ? ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയർ ഡെൻസിറ്റി എന്താന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് ന്യൂക്ലിയർ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം അല്ലേ? ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം അല്ലേ? റോ സിക്കൽ M/V എന്ന് ഉദ്ദേശിച്ചത് എന്താ? ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയർ മാസിനെ റഫ് ആയിട്ട് പറയുകയാണെങ്കിൽ A ഇൻറ്റു സ്മോൾ എം എന്ന് പറയാം. ന്യൂക്ലിയർ മാസിനെ റഫ് ആയിട്ട് A ഇൻറ്റു സ്മോൾ എം എന്ന് പറയാൻ കാരണം പ്രോട്ടോണിന്റെ മാസും ന്യൂട്രോണിന്റെ മാസും എൻറ്റയർലി ഡിഫറെന്റ് ആണോ, അപ്രോക്സിമേറ്റ്ലി സെയിം ആണോ? എൻറ്റയർലി ഡിഫറെന്റ് ആണോ, അപ്രോക്സിമേറ്റ്ലി സെയിം ആണോ? അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. എക്സാക്ട്ലി സെയിം ആണോ വെച്ചിട്ടുണ്ടല്ല, അപ്രോക്സിമേറ്റ്ലി സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് A ആണെന്ന് നമുക്കറിയാം. ന്യൂക്ലിയസിനുള്ളിൽ A നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഉണ്ടാവുന്നുള്ളത് നമുക്കറിയാം. അത് ഇൻറ്റു ആവറേജ് മാസ് ഓഫ് എ ന്യൂക്ലിയോൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ മാസ് കിട്ടൂലേ? ഇല്ലേ? അങ്ങനെയാണ് ഞാൻ ടോട്ടൽ മാസ് ഓഫ് ന്യൂക്ലിയസിന് പകരം A ഇൻറ്റു M എഴുതുന്നത്. മാസ് നമ്പർ ഇൻറ്റു ആവറേജ് മാസ് ഓഫ് എ ന്യൂക്ലിയോൺ. എഴുതി കൂടെ? വോളിയത്തിന് പകരം 4/3 എന്ന് എഴുതി കൂടെ? വോളിയത്തിന് പകരം 4/3 എന്ന് എഴുതാം. അതില് ക്യാൻ യു സീ ദിസ് R⁵? R⁵ കാണില്ലേ? R എന്ന് പറയുന്നത് R0 A raised to 1/3 അല്ലേ? R എന്ന് പറയുന്നത് R0 A raised to 1/3 ആണ്. R⁵ പകരം R0³ A എന്ന് എഴുതി കൂടെ? അല്ലേ? R എന്ന് പറയുന്നത് R0 A raised to 1/3 ആണെങ്കിൽ R³ എന്ന് പറയുന്നത് R0³ into A എന്ന് എഴുതിയാ പോരെ? അതാണ് ഇവിടെ ചെയ്തത്. R⁵ പകരം R0 into A എന്ന് എഴുതി. And can we just cancel out this A and A? Aയും Aയും ക്യാൻസൽ ചെയ്തൂടെ? ഇല്ലേ? ഈ by 3 മേലോട്ടേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ 3m divided by 4πr0³ എന്ന് കിട്ടൂലേ? 3m divided by 4πr0³ എന്ന് കിട്ടൂലേ? കിട്ടുവോ? കിട്ടുവോ? കിട്ടും. ഇനി ഞാൻ ചോദിക്കുകയാണ്, 3 വേരിയബിൾ ആണോ കോൺസ്റ്റന്റ് ആണോ? അത് ചോദ്യം അല്ലെ. 3 വേരിയബിൾ ആണോ കോൺസ്റ്റന്റ് ആണോ വെച്ചിട്ടുണ്ടെങ്കിൽ 3 കോൺസ്റ്റന്റ് ആണ്. സ്മോൾ എം എന്ന് പറയുന്നത് വേരിയബിൾ ആണോ കോൺസ്റ്റന്റ് ആണോ? അപ്പൊ നമ്മൾ ആലോചിക്കുക, സ്മോൾ എം എന്ന് പറയുന്നത് ആവറേജ് മാസ് ഓഫ് എ ന്യൂക്ലിയോൺ ആണ് അല്ലെ? ഒരു പ്രോട്ടോണിന്റെ അല്ലെങ്കിൽ ന്യൂട്രോണിന്റെ ഒക്കെ ആവറേജ് മാസ് ആണ്. അതൊരു കോൺസ്റ്റന്റ് ആണ്. 4π കോൺസ്റ്റന്റ് ആണോ വേരിയബിൾ ആണോ? 4π കോൺസ്റ്റന്റ് ആണ്. R0 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണോ വേരിയബിൾ ആണോ? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ചോദിക്കുകയാണ്, എല്ലാ ഈ ന്യൂക്ലിയർ ഡെൻസിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും കോൺസ്റ്റന്റ് അല്ലേ? നമ്മൾ ആലോചിക്കുക, ആണ്, ശരിയാണ്, ന്യൂക്ലിയർ ഡെൻസിറ്റിയിലെ എല്ലാ ആൾക്കാരും കോൺസ്റ്റന്റ് ആണ്. ന്യൂക്ലിയർ റേഡിയസ് മാസ് നമ്പറിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും? ന്യൂക്ലിയർ റേഡിയസ് മാസ് നമ്പറിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും?
ന്യൂക്ലിയർ റേഡിയസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു a raised to 1/3 എന്ന് എഴുതിയാൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പം സൈസ് കുറഞ്ഞ ആറ്റത്തിന് അല്ലെ ന്യൂക്ലിയോൺസിന്റെ എണ്ണം കുറവുള്ള ആറ്റത്തിന് ന്യൂക്ലിയർ റേഡിയസ് കുറവായിരിക്കും. ഹൈഡ്രജന്റെ ന്യൂക്ലിയർ റേഡിയസും യുറേനിയത്തിന്റെ ന്യൂക്ലിയർ റേഡിയസും സെയിം ആയിരിക്കും. ഹൈഡ്രജന്റെ ന്യൂക്ലിയർ റേഡിയസും യുറേനിയത്തിന്റെ ന്യൂക്ലിയർ റേഡിയസും സെയിം ആണോ? സെയിം ആണോ? നമ്മൾ ആലോചിക്കുക, ഹൈഡ്രജന്റെ എ വാല്യൂയും എന്താണ് യുറേനിയത്തിന്റെ എ വാല്യൂയും സെയിം ആണോ? ഹൈഡ്രജന്റെ എ വാല്യൂ 1 ആണെങ്കിൽ യുറേനിയത്തിന്റെ എ വാല്യൂ 238 ഒക്കെയാണ്. 238 സെയിം അല്ലല്ലോ. അതായത് യുറേനിയത്തിന്റെ മാസ് നമ്പർ ഭയങ്കര കൂടുതലാണ്. യുറേനിയത്തിന്റെ മാസ് നമ്പർ വളരെ കൂടുതലാണ്, ശരിയല്ലേ? മാസ് നമ്പർ കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ റേഡിയസും കൂടൂലേ? ഇല്ലേ? മാസ് നമ്പർ കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയർ റേഡിയസും കൂടൂലേ? യെസ് ഓർ നോ? കൂടും. അപ്പം ഹൈഡ്രജന്റെ ന്യൂക്ലിയർ റേഡിയസും യുറേനിയത്തിന്റെ ന്യൂക്ലിയർ റേഡിയസും സെയിം ആണോ? അല്ല. ആർക്കാ ന്യൂക്ലിയർ റേഡിയസ് കൂടുതലുള്ളത്? യുറേനിയത്തിന്. കാരണം യുറേനിയത്തിന്റെ മാസ് നമ്പർ കൂടുതലാണ്, അപ്പൊ യുറേനിയത്തിന് ന്യൂക്ലിയർ റേഡിയസും കൂടുതലാണ്. ഹൈഡ്രജന്റെ ന്യൂക്ലിയർ ഡെൻസിറ്റിയും യുറേനിയത്തിന്റെ ന്യൂക്ലിയർ ഡെൻസിറ്റിയും സെയിം ആണോ ഡിഫറെന്റ് ആണോ? ഹൈഡ്രജൻ ന്യൂക്ലിയർ ഡെൻസിറ്റിയും യുറേനിയത്തിന്റെ ന്യൂക്ലിയർ ഡെൻസിറ്റിയും സെയിം ആണോ ഡിഫറെന്റ് ആണോ? നമ്മൾ നോക്കുക, ന്യൂക്ലിയർ ഡെൻസിറ്റി എനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എ. Therefore, whatever the mass number is, nuclear density will be a constant. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ ആണെങ്കിലും യുറേനിയത്തിനാണെങ്കിലും അയൺ ആണെങ്കിലും എല്ലാത്തിനും ന്യൂക്ലിയർ ഡെൻസിറ്റി എന്താ? ഡിഫറെന്റ് ആണോ സെയിം ആണോ? സെയിം. അങ്ങനെയാണ് മാസ് ഓഫ് ദ 1 പ്രോട്ടോൺ അല്ലെ 1 ന്യൂട്രോൺ ആണ് എം. approximate mass of a proton or a neutron. അത് 1.6 into 10 raised to minus 27 kilogram. Approximate ആയിട്ട് രണ്ടിന്റെയും കൂടി മാസ് 1.6 തന്നെയല്ലേ തുടങ്ങുന്നത് അല്ലേ? അല്ലേ? അപ്പം എം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് തന്നെയാണ്. അതുകൊണ്ട് ന്യൂക്ലിയർ ഡെൻസിറ്റി എല്ലാ എലിമെന്റിനും സെയിം ആണ്. പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ഫസ്റ്റ് ഉള്ള എലിമെന്റ് മുതൽ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ലാസ്റ്റ് ഉള്ള എലിമെന്റ് വരെയുള്ള എല്ലാത്തിന്റെയും ന്യൂക്ലിയർ ഡെൻസിറ്റി എന്താ? സെയിം ആണ്. ന്യൂക്ലിയർ റേഡിയസ് സെയിം ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ന്യൂക്ലിയർ ഡെൻസിറ്റി സെയിം ആണ്. ആ ന്യൂക്ലിയർ ഡെൻസിറ്റി ഓഫ് മാറ്റർ എന്ന് പറയുന്നത് 2.3 into 10 raised to 17 kilogram per meter cube. 2.3 into 10 raised to 17 kilogram per meter cube ആണ് ന്യൂക്ലിയർ ഡെൻസിറ്റി. ന്യൂക്ലിയർ ഡെൻസിറ്റി അതായത് ഒരു മീറ്റർ ക്യൂബ്, ഒരു മീറ്റർ ഉള്ള ഒരു ക്യൂബിന്റെ ഉള്ളിൽ എത്ര കിലോഗ്രാം ന്യൂക്ലിയസ് ഉണ്ടാവും? ന്യൂക്ലിയസിനെ മാത്രമാണ് നമ്മൾ ഒരു മീറ്റർ ക്യൂബിൽ കൊള്ളിക്കുന്നതെങ്കിൽ എത്ര കിലോഗ്രാം ഉണ്ടാവും? 2.3 into 10 raised to 17 kilogram ഉണ്ടാവും. ചെറിയൊരു വാല്യൂ ആണോ? ചെറിയൊരു വാല്യൂ ആണോ? ആണോ? വെറുതെ നിങ്ങൾക്ക് ഒരു കമ്പാരിസന് വേണ്ടി ഞാൻ പറയാണ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അതായത് 10 raised to 3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഒരു മീറ്റർ ക്യൂബ് ഉള്ള ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിൽ വാട്ടർ ഫില്ല് ചെയ്യാൻ എത്ര കിലോഗ്രാമേ ഉള്ളൂ? 10 raised to 3 കിലോഗ്രാമേ ഉള്ളൂ. അപ്പൊ ഈ ന്യൂക്ലിയർ ഡെൻസിറ്റി സ്മോൾ ആണോ ലാർജ് ആണോ? സ്മോൾ ലാർജ് ആണോ? എന്താ പറയും? സ്മോളോ? 10 raised to 17 എന്ന് പറയുന്നത് സ്മോൾ ആണ്. ലാർജ് എന്നാ പറഞ്ഞല്ലേ? ആയിക്കോട്ടെ, ലാർജ്. ഇറ്റ് ഇസ് വെരി ലാർജ് അല്ലേ? ന്യൂക്ലിയർ ഡെൻസിറ്റി വളരെ ലാർജ് ആണെന്ന് പറയുകയാണെങ്കിൽ അവിടെ ടൈറ്റ്ലി പാക്ഡ് ആണോ ലൂസ്ലി പാക്ഡ് ആണോ? ടൈറ്റ്ലി പാക്ഡ് ആണ്. ആരെ? പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയൊക്കെ. അപ്പൊ പ്രോട്ടോണും ന്യൂട്രോണൊക്കെ വളരെ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്താണ്. ഇനി ഇവിടെ ആവറേജ് ഡെൻസിറ്റി, ഞാൻ വാട്ടറിന്റെ 10 raised to 3 കിലോഗ്രാം എന്നല്ലേ പറഞ്ഞത്? ആണോ? വാട്ടറിന്റെ H2ന്റെ 10 raised to 3 ആണ്. ഇനിയിപ്പോ ഒരു ഡെൻസിറ്റി ഓഫ് അയൺ എടുക്കുകയാണ് ചോദിച്ചോ. അയൺ ന്യൂക്ലിയസ് ആണോ അതോ അയൺ ആറ്റം ആണോ? ഒരു മീറ്റർ ക്യൂബ് വോളിയത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് അയൺ ആറ്റത്തിനെ ഫില്ല് ചെയ്തു. അയൺ എടുക്കുകയാണ്, അത് എത്രയേ ഉള്ളൂ? വെറും 7.8 into 10 raised to 3 കിലോഗ്രാമേ ഉള്ളൂ അല്ലേ?
ഇപ്പൊ ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ് ന്യൂക്ലിയർ ഡെൻസിറ്റി ഒരു ഫണ്ടമെന്റൽ കോൺസ്റ്റന്റ് ആണ്. അത് തന്നെ അത് വളരെ വലുതാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഡിഡ് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വെറുതെ ഒരു ചോദ്യം എന്തിനാണെന്നാലും ജസ്റ്റ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഗിവൺ ദ മാസ് ഓഫ് അയൺ ന്യൂക്ലിയസ് ആസ് 55.85 U ആൻഡ് ദ മാസ് നമ്പർ ആസ് 56, ഫൈൻഡ് ദ ന്യൂക്ലിയർ ഡെൻസിറ്റി. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ് വിചാരിച്ചോ. ന്യൂക്ലിയർ ഡെൻസിറ്റി ഇപ്പം നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞു. അതല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം തന്നിട്ട് നമുക്ക് ന്യൂക്ലിയർ ഡെൻസിറ്റിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു വിചാരിച്ചോ. എന്തൊക്കെയാ തന്നത്? It is given that the mass of iron nucleus കിലോഗ്രാമിലാണോ atomic mass യൂണിറ്റിലാണോ? Did they give the mass in kilogram or atomic mass unit? പറയൂ. Atomic mass unit. ഇതെന്താ മാസ് നമ്പർ ആണോ അറ്റോമിക് നമ്പർ ആണോ 56? അയണിന്റെ അറ്റോമിക് നമ്പർ ആണോ മാസ് നമ്പർ ആണോ 56 തന്നത്? അറ്റോമിക് നമ്പർ ആണോ മാസ് നമ്പർ ആണോ? എ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറയാനാണ് തോന്നുക. പക്ഷെ എ എന്ന് പറയുന്നത് എന്താ? അറ്റോമിക് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നതാണോ മാസ് നമ്പർ ഡിനോട്ട് ചെയ്യുന്നതാണോ? മാസ് നമ്പർ മറന്നുകൊണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് മാസ് ഓഫ് Fe എന്ന് പറയുന്നത് 55.85 U ആണ്. അതിൽ 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് 1.66 × 10⁻27 ആണെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഓർക്കുന്നില്ലേ? എളുപ്പപ്പണിയിൽ 1.66 × 10⁻27 എന്നുള്ള ഓർത്ത് വെക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇല്ലേ? അപ്പം മാസ് ഓഫ് അയൺ ഇൻ കിലോഗ്രാം ആണ് വിചാരിച്ചോ. മാസ് ഓഫ് അയൺ ഇൻ കിലോഗ്രാം ആണ് 55.85 × 1.66 × 10⁻27. എഴുതിക്കൂടെ? യെസ്. അങ്ങനെയാണ് അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 9.27 × 10⁻26 കിലോഗ്രാം കിട്ടും. എന്തായാലും ഈ ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലായില്ലേ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ മെത്തേഡ്? അപ്പൊ അങ്ങനെയാണ് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലേ? യെസ്. ആഫ്റ്റർ കൺവേർട്ടിംഗ് ഇറ്റ് ഇൻടു കിലോഗ്രാം നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഫൈൻഡ് ന്യൂക്ലിയർ ഡെൻസിറ്റി എന്നല്ലേ ചോദിച്ചത് ആണോ? അപ്പൊ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം അല്ലേ? ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം അല്ലേ? ഇസ് ദാറ്റ് ക്ലിയർ? അതിൽ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ എന്ന് പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? മാസ് കിട്ടി, മാസ് കിലോഗ്രാമിൽ കിട്ടി. വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. അതിൽ R ഇല്ലേ? R എന്ന് പറയുന്നത് R0 e⁻⁴ അല്ലേ? R എന്ന് പറയുന്നത് R0 e⁻⁴ അല്ലേ? ശരിയല്ലേ? ആണ്. അങ്ങനെയാണ് R0യുടെ വില ഓർമ്മയില്ലേ? R0 എന്ന് പറയുന്നത് 1.2 femtometer അല്ലെ? 1.2 × 10⁻⁻15 മീറ്റർ പഠിച്ചിട്ടില്ലേ? എ അറ്റോമിക് നമ്പർ ഓഫ് അയൺ എത്രയാ? 56 ആണ്. ആണോ? 56 ആണ്. അപ്പൊ 56 1/3. 56 1/3 അല്ലേ? ഇത് R ആണേ. R. അപ്പൊ R³ ആണെങ്കിലോ? R³ ആണെങ്കിൽ ഈ വാല്യൂവിനെ 1.2ന്റെ ക്യൂബ് 10⁻⁻15ന്റെ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 10⁻⁻15 ഇൻറ്റു അല്ലെ -15 × 3. -15 × 3 എന്ന് പറയുമ്പോൾ എത്രയാ? അതായത് 10⁻⁻15 ഹോൾ ക്യൂബ് എത്രയാ? 10⁻⁻15 × 3 അല്ലേ? അത് 10⁻⁻ എത്രയാ? -45. ക്ലിയർ അല്ലേ? അത് കിട്ടി. പിന്നെ 56 1/3ന്റെ ക്യൂബ് 56 1/3 ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നതിന് 56 എഴുതിയാ പറയാം. 56 അതൊക്കെ കൂടി ചെയ്യുമ്പോൾ R³ വില എത്ര കിട്ടി? R³ വില എത്ര കിട്ടി? അങ്ങനെയാണ് R³ വില എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഈ വാല്യൂയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. R³ വില ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദ ന്യൂക്ലിയർ വോളിയം? കണ്ടുപിടിച്ചൂടെ? അപ്പൊ ന്യൂക്ലിയർ വോളിയവും കണ്ടുപിടിച്ചു, ന്യൂക്ലിയർ മാസിനെ അറിയാം. ന്യൂക്ലിയർ മാസിനെ അറിയെങ്കിൽ മാസ് ബൈ വോളിയം ചെയ്യുകയാണെങ്കിൽ ന്യൂക്ലിയർ ഡെൻസിറ്റി കിട്ടില്ല. മാസിന്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വോളിയത്തിന്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ന്യൂക്ലിയർ ഡെൻസിറ്റി കിട്ടും. കിട്ടിയില്ലേ? കിട്ടിയോ? ഇനി ഇത് നമുക്ക് ഈ വാല്യൂ കിട്ടി. അത് തന്നെയല്ലേ നമ്മൾ അപ്രോക്സിമേറ്റ്ലി മറ്റേ കിട്ടിയത് 2.29 × 10⁻⁻17 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 2.3 അല്ലേ? ആണോ? അല്ലേ?
അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത് 2.3 into 10 raised to minus 17 kilogram. Yes or no? Yes. ഇനി വെറുതെ ഒന്ന് ഈ ഒരു ഡെൻസിറ്റി എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാല് ഡെൻസിറ്റി ഇൻ എ ന്യൂട്രോൺ സ്റ്റാർ ഹാവിങ് ഇതില് ഒരു ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറയുന്നില്ലേ, നമ്മളുടെ സ്റ്റാർ ഇങ്ങനെ അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുകയാണെങ്കിൽ അതിങ്ങനെ ന്യൂക്ലിയർ ഫ്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിൽ അതിന്റെ കംപ്രസ് ആയിട്ട് ഒരു ന്യൂട്രോൺ സ്റ്റാർ ഒക്കെ ആവും. ഈ ന്യൂട്രോൺ സ്റ്റാറിന്റെ ഒക്കെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇതോ അല്ലെ ഇതിനേക്കാൾ കൂടുതലായിരിക്കും. ഇത്രയും ഡെൻസിറ്റി ഉള്ള ഒരു സാധനം എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രാവിറ്റേഷൻ പുള്ള് ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. വെറുതെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് അപ്രോക്സിമേറ്റ്ലി ആരൊരു ഡെൻസിറ്റി മാതിരി ഉണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂട്രോൺ സ്റ്റാറിന്റെ ഒക്കെ ഡെൻസിറ്റി മാതിരി ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ? യെസ്. അപ്പം ഇതും കിട്ടി. ഇനി ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി വളരെ വലുതാണെന്ന് നമുക്ക് കിട്ടി. ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി ചെറുതാണെന്നാണോ വളരെ വലുതാണെന്നാണോ കിട്ടിയത്? വളരെ വലുതാന്ന് കിട്ടി. വളരെ വലുതാന്ന് കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ സയന്റിസ്റ്റുകൾക്ക് ഒരു പ്രശ്നം കണ്ടുപിടിച്ചു. ഈ പൊളിറ്റീഷ്യൻസിനും അതേമാതിരി തന്നെ ലോ മേക്കേഴ്സിനൊക്കെ പ്രശ്നം ഉണ്ടാവുന്നത് അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ സയൻസിൽ ഒരു പ്രശ്നം വരിക എന്നാൽ സയൻസിനെ പസിൽ ചെയ്യുന്ന ഒരു പ്രോബ്ലം വരിക എന്ന് പറയുന്നത് സയൻസിന് ആക്ച്വലായിട്ട് ഇഷ്ടമാണ്. സയൻസിനെ പസിൽ ചെയ്യുന്ന ഒരു പ്രോബ്ലം വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ നോളജ് എക്വയർ ചെയ്യാൻ പറ്റും. നമ്മളുടെ ഇതുവരെയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ റീഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതാണ് സയൻസ് ഒരു പ്രോബ്ലത്തിന് അച്ചീവ് ചെയ്യുന്ന ഒരു കാര്യം. അതായത് സയൻസിൽ കാര്യങ്ങൾ പഠിച്ചു വരുന്ന സമയത്ത് ചില സ്ഥലത്ത് സയൻസിലെ ആളുകൾ പസിൽഡ് ആവും. ആ പസിൽഡ് ആയ സിറ്റുവേഷനിൽ അവരതിനെ പരിഹരിക്കാൻ നോക്കുമ്പോഴാണ് അവർക്ക് പുതിയ പുതിയ നോളജ് കിട്ടുന്നത്. എങ്ങനെ? ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വരുന്നത് എങ്ങനെയാന്നുള്ളത് സയൻസിന് മനസ്സിലായില്ല. അപ്പൊ എന്ത് ചെയ്തു? അവരതിനെ പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി മാറ്ററിന് ഡ്യുവൽ നേച്ചർ ഉണ്ട് അല്ലേ? ഈ ഇന്റർഫറൻസ് എന്ന് പറയുന്ന ഫിനോമിന എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല. അപ്പൊ ഇന്റർഫറൻസ് എന്ന് പറയുന്ന ഫിനോമിനെ വിശദമായി പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഓ ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ടെന്ന്. ഇല്ലേ? ആണോ? ഓരോ സ്ഥലത്തും സയൻസ് പസിൽഡ് ആവുമ്പം ആ പസിലിനെ സയൻസ് സോൾവ് ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ നോളജ് എക്വയർ ചെയ്യില്ലേ? നോളജ് എക്വയർ ചെയ്യില്ലേ? ഇല്ലേ? നിങ്ങളൊരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർത്തോ, നിങ്ങൾക്ക് കാര്യങ്ങൾ കഷ്ടപ്പാടാവും, പക്ഷെ നിങ്ങൾ കൂടുതൽ നോളജ് എക്വയർ ചെയ്യാൻ പോവാം. ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് എക്വയർ ചെയ്യാൻ പറ്റുന്ന നോളജിന്റെ അളവ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. Whatever the situation is, if you are solving the problematic situation or if you are not solving the problematic situation, if you are in a problematic situation, then the chance of acquiring knowledge will be increasing. നമ്മൾ അതിനെ പ്രോപ്പർ ആയിട്ട് ട്രാക്ക് ചെയ്യുന്ന വെച്ചാൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരൊരു പ്രശ്നത്തിൽ പെട്ടു. എന്ത്? മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രശ്നത്തിൽ. സയൻസിലെ ആളുകൾ മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രശ്നത്തിൽ പെട്ടു. എന്താണ് ഈ മാസ് ഡിഫക്റ്റ്? അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലെറ്റ് മീ സേ മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നതിനെ 1.00726 അല്ല 27 U എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ഇല്ലേ? ഉണ്ടോ? അത് 1.6726 into 10 raised to minus 27 kilogram എന്നൊക്കെ പറയാം. ആയിക്കോട്ടെ. മാസ് ഓഫ് ന്യൂട്രോൺ ഇറ്റ്സ് സ്ലൈറ്റ്ലി ഹെവിയർ ദാൻ പ്രോട്ടോൺ. അങ്ങനെയാണ് മാസ് ഓഫ് ന്യൂട്രോണിനെ അറ്റോമിക് മാസ് യൂണിറ്റിൽ പറയുകയാണ് 1.00866 U, അല്ലെങ്കിൽ കിലോഗ്രാമിൽ പറയുകയാണ് 1.6749 into 10 raised to minus 27 kilogram ആണ്. അതേപോലെ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ് ചോദിച്ചോ. ഇലക്ട്രോൺ നെഗ്ലിജിബിളി സ്മോൾ ആണ്. ഇവരൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ സൈസ് കുറവാണ് ആര്? ഇലക്ട്രോണിന്. പ്രോട്ടോണും ന്യൂട്രോണും എന്ത് ചെയ്യാന്നാല് ഒരു എന്താണ് മെയിൽ എലിഫന്റ് ഒരു ഫീമെയിൽ എലിഫന്റും ആണെങ്കിൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു ഉറുമ്പാണ് അതിൻ്റെ അടുത്ത്. നോക്കി നോക്ക്, ഇലക്ട്രോണിന്റെ മാസ് എത്രയാ? 0.00055 U ആണ്. 55 U. അതായത് 9.1 into 10 raised to minus 31. വളരെ ചെറുതാണ് അല്ലേ? ആണോ? എത്ര കിലോഗ്രാം ആണ്? ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു ഓക്സിജൻ 16ന്റെ തിയററ്റിക്കൽ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു? ഒരു ഓക്സിജൻ 16 ആറ്റത്തിന്റെ തിയററ്റിക്കൽ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നാല് തിയററ്റിക്കൽ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഓക്സിജൻ 16ന് 8 പ്രോട്ടോൺസും 8 ന്യൂട്രോണും ആണെന്നുള്ളത് അറിയില്ലേ? ഓക്സിജൻ 16 കാണുമ്പോൾ തന്നെ അറിയാം 8 പ്രോട്ടോൺ 8 ന്യൂട്രോൺ ആണ്. അപ്പൊ 8 into മാസ് ഓഫ് പ്രോട്ടോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ
ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺ കിട്ടും. 8 into mass of proton ചെയ്തിട്ടുണ്ട്, ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺ കിട്ടും. 8 into mass of neutron ചെയ്തിട്ടുണ്ട്, ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺ കിട്ടും. അങ്ങനെയാണ് 8 into mass of proton plus 8 into mass of neutron ചെയ്തിട്ടുണ്ടെങ്കിൽ the total theoretical mass of the nucleus കിട്ടും. ന്യൂക്ലിയസിന്റെ തിയററ്റിക്കൽ മാസ് കിട്ടൂലേ? കിട്ടില്ലേ? അത് അവർ ചെയ്ത് നോക്കിയപ്പോ അവർക്ക് തിയററ്റിക്കൽ മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ത് കിട്ടി? തിയററ്റിക്കൽ മാസ് ഓഫ് ഓക്സിജൻ 16 ന്യൂക്ലിയസ് 16.122744 U എന്ന് കിട്ടി അറ്റോമിക് മാസ് യൂണിറ്റിൽ. വെറുതെ. ഇനി അവര് സ്പെക്ട്രോഗ്രാഫി എന്ന് പറയുന്ന നമ്മളുടെ പുതിയ എക്സ്പെരിമെന്റൽ മെത്തേഡ്, സയൻസ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓരോ സാധനത്തിനെ അപ്രോച്ച് ചെയ്യാനുള്ള പുതിയ ടെക്നിക്സ് ഒക്കെ കിട്ടും. എവല്യൂഷനിൽ പണ്ട് എവല്യൂഷനൊക്കെ പറഞ്ഞത് ഡാർവീനിയൻ സിദ്ധാന്തങ്ങളൊക്കെ വെച്ചിട്ട്, ഡാർവിൻ വെറുതെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എവല്യൂഷനെ പണ്ട് ആൾക്കാർ സമീപിച്ചെങ്കിൽ പിന്നെ എന്ത് ചെയ്തു? ഈ പാലിയന്റോളജി മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ജെനറ്റിക്സ് മെത്തേഡൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ തുടങ്ങി അല്ലെ? എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരേ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഇവോൾവ് ആയി വന്നതാണ്, അല്ലാണ്ട് ക്രിയേറ്റ് ചെയ്തതല്ല എന്നുള്ളത് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മൾ എവല്യൂഷൻ വിശ്വസിക്കുന്നത് അല്ലെ? അല്ലാണ്ട് ഡാർവിൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ എവല്യൂഷൻ വിശ്വസിച്ചു എന്നാണോ? അല്ല. പിന്നെയും വേറെ എക്സ്പെരിമെന്റൽ എവിഡൻസ്, വേറെ മെത്തേഡിലുള്ള പുതിയ എക്സ്പെരിമെന്റൽ എവിഡൻസ് ഒക്കെ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നാൽ അതേ രീതിയിൽ തന്നെയാണ് പറയുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്താണോ ഇവോൾവ് ചെയ്താണോ വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ ഇവോൾവ് ഫ്രം എ സിംഗിൾ സെൽ ഓർഗാനിസം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആണോ? സയൻസ് എന്നിട്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കാം. സയൻസ് പിന്നെയും അന്വേഷിച്ചുകൊണ്ടിരിക്കണം. എന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിന്റെ മിസ്സിംഗ് ലിങ്ക്. ദിനോസറും ഹ്യൂമൻ ബീങ്സും ഒരേ സമയത്ത് ജീവിച്ചിട്ടുണ്ടോ? ഇല്ല. അതെങ്ങനെ ഞങ്ങൾ പഴയ റിവൈൻഡ് അടിച്ച് പോയിട്ടുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഒരു ദിനോസറിന്റെ ഫോസിൽ എടുത്ത് നോക്കിയിട്ട് അത് എത്ര കാലത്ത് ജീവിച്ചാന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ഫോസിൽ എടുത്ത് നോക്കിയിട്ട്, ഏറ്റവും ഏർലിയസ്റ്റ് ഫോം ഓഫ് ഹ്യൂമൻ ബീങ്ങിന്റെ ഫോസിൽ എടുത്ത് നോക്കിയിട്ട് അത് എത്ര കാലത്ത് ജീവിച്ചിരിക്കാന്ന് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടും വളരെ ടൈം ഗ്യാപ്പ് ഉണ്ട് അല്ലെ? ഉണ്ടോ? അതുകൊണ്ടാണ് നമ്മുടെ ഹ്യൂമൻ ബീങ്സ് ജീവിക്കുന്നതിന്റെ മുന്നേ ജീവിച്ച് മരിച്ചു പോയ ഒരു സാധനമാണ് ഡൈനോസോഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലെ? കഥയിൽ പറയുന്നതല്ല, സയൻസിൽ പറയുന്നത്. അതേപോലെ സ്പെക്ട്രോഗ്രാഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആക്ച്വൽ മാസ് ഓഫ് ആൻ ആറ്റം കണ്ടുപിടിച്ചു. ആക്ച്വൽ മാസ് ഓഫ് എ ന്യൂക്ലിയസ് ആണോ ആക്ച്വൽ മാസ് ഓഫ് ആൻ ആറ്റം ആണോ കണ്ടുപിടിച്ച്? പറയും. ആക്ച്വൽ മാസ് ഓഫ് ആൻ ഓക്സിജൻ 16 ആറ്റം ഫൗണ്ട് ഫ്രം മാസ് സ്പെക്ട്രോഗ്രാഫി എക്സ്പെരിമെന്റ്. തൽക്കാലത്തെ ഈ മാസ് സ്പെക്ട്രോഗ്രാഫി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് സയൻസിനെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സ്പെക്ട്രോഗ്രാഫ്സ് എന്താ, സ്പെക്ട്രോഗ്രാഫി എന്താ, അതിന്റെ ടെക്നിക്സ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. തൽക്കാലം മനസ്സിലാക്കിയത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിക്സിന്റെ ടെക്നിക്കാണ്, ടൂളാണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ഓക്സിജൻ 16 ആറ്റത്തിന്റെ മാസ് നമുക്ക് ഇത്ര കിട്ടി. അപ്പൊ പറഞ്ഞു ഇത് നമുക്ക് എന്താ കിട്ടിയത്? ഓക്സിജൻ 16 ന്യൂക്ലിയസിന്റെ മാസ് ആണല്ലേ ഇത് കിട്ടിയത്? ആണോ? അല്ലേ? ആണോ? ഇത് ഓക്സിജൻ 16 ന്യൂക്ലിയസിന്റെ മാസ് ആണ്. നമുക്ക് സ്പെക്ട്രോഗ്രാഫി ഉപയോഗിച്ചിട്ട് ന്യൂക്ലിയസിന്റെ മാസിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ആറ്റത്തിന്റെ മാസിനെ കണ്ടുപിടിക്കാൻ പറ്റും. ആ ആറ്റത്തിന്റെ മാസിനെ കണ്ടുപിടിച്ചിട്ട് ആ ആറ്റത്തിന്റെ മാസിൽ ന്യൂക്ലിയസിന്റെ മാസിനെ കിട്ടണമെങ്കിൽ ആരെ കുറയ്ക്കണം? ന്യൂക്ലിയസിനുള്ള ഇലക്ട്രോൺ ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ഓക്സിജൻ 16 ന്യൂക്ലിയസിന് ചുറ്റും 8 ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മാസ് ഓഫ് ഓക്സിജൻ 16 ന്യൂക്ലിയസ് കണ്ടുപിടിക്കണമെങ്കിൽ, ഇപ്പൊ ഈ കിട്ടിയ ഈ വാല്യൂവിൽ നിന്ന് ഇലക്ട്രോണിന്റെ മാസ് കുറയ്ക്കണം അല്ലെ? ആണോ? ആണ്. അപ്പൊ നമ്മുടെ ഇലക്ട്രോണിന്റെ മാസ് കുറച്ചു. ഇലക്ട്രോണിന്റെ മാസ് കുറച്ചിട്ടുണ്ടെങ്കിൽ 15.99053 U എന്ന് കിട്ടി. ഇനിയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പം തിയററ്റിക്കൽ മാസ് ഓഫ് ഓക്സിജൻ 16 ന്യൂക്ലിയസ് എത്രയാ? 16.127444 U. ആക്ച്വൽ മാസ് ഓഫ് ഓക്സിജൻ 16 ന്യൂക്ലിയസ് എത്രയാ? 15.99. അതായത് ആക്ച്വൽ മാസ് കുറവാണോ കൂടുതലാണോ? തിയററ്റിക്കൽ മാസ് ഇതാണെങ്കിൽ ആക്ച്വൽ മാസ് ഇത്. അപ്പൊ ചോദിക്കാണ് ആക്ച്വൽ മാസ് കുറച്ച് കുറവല്ലേ? അത് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണോ? അല്ല. ഈ മാസ് ഡിഫക്റ്റ് അപ്പം പറഞ്ഞ് അല്ല, അപ്പൊ there is a എന്താണ് discrepancy in the actual mass and theoretical mass, and what's the difference in this? അതിനെ അവർ മാസ് ഡിഫക്റ്റ് എന്ന് വിളിച്ചു. തിയററ്റിക്കൽ മാസും ആക്ച്വൽ മാസിന്റെ കൂടി ആ ഒരു ഡിഫറൻസിനെ അവർ എന്ത് വിളിച്ചു? they called it as mass defect അല്ലെ? മാസ് ഡിഫക്റ്റ്. അപ്പം ആക്ച്വൽ മാസ് സ്ലൈറ്റ്ലി ലെസ്സർ ദാൻ ദ തിയററ്റിക്കൽ മാസ്. TM എന്ന് ഉദ്ദേശിച്ച് ഞാൻ തിയററ്റിക്കൽ മാസ് എന്നാണ് കേട്ടോ. അപ്പൊ ഈ ഡിഫറൻസ് നോക്കിയപ്പം ഈ ഡിഫറൻസ് എന്ത് ചെയ്തു? The actual mass of oxygen 16 is less than, അല്ല എന്താണ്, there is a difference of
139 U. ചോദിച്ചല്ല എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് ഉള്ളത്? വാട്ട്സ് ദ ആക്ച്വൽ റീസൺ ഫോർ ദിസ് ഡിഫറൻസ്? സയൻസിന് അറിയാത്ത സാധനങ്ങൾ സയൻസ് അറിയില്ല എന്ന് പറയും. അതാണ് സയൻസിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് സയൻസിന് നോളജ് എക്വയർ ചെയ്യാൻ പറ്റുന്നത്. അറിയാത്ത സാധനങ്ങൾ അറിയില്ല എന്ന് പറയും. അല്ലാണ്ട് അറിയാത്ത സാധനത്തിനെയും നമ്മൾ വാശി പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉത്തരം പറഞ്ഞുകൊണ്ടില്ല. എന്തുകൊണ്ടാണ് മാസ് ഡിഫക്റ്റ് വരുന്നത്? അന്നത്തെ സയൻസും സയന്റിസ്റ്റുകളും പറഞ്ഞു they don't know. അപ്പൊ ചോദിച്ചല്ല ഇസ് ഇറ്റ് എ കാൽക്കുലേഷൻ മിസ്റ്റേക്ക്? അവർ പറഞ്ഞു ഞങ്ങൾ അത് ചെയ്തു നോക്കി, അല്ല, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് അല്ല. തിയറട്ടിക്കൽ മാസ് കണ്ടുപിടിച്ചത് ശരിയാണോ? എക്സാക്ട്ലി ശരിയാണ്. ആക്ച്വൽ മാസ് ഓഫ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ശരിയാണോ? എക്സാക്ട്ലി ശരിയാണ്. ആൻഡ് ഹൗ ദിസ് മാസ് ഡിഫക്റ്റ് ഇസ് ഹാപ്പനിങ് എന്നുള്ളത് അന്നത്തെ സയന്റിസ്റ്റുകൾക്ക് അറിയില്ലായിരുന്നു. അന്നത്തെ സയന്റിസ്റ്റുകൾ പറഞ്ഞു അത് മാത്രമല്ല പ്രശ്നം, ഈ ന്യൂക്ലിയസിന്റെ ഉള്ള ആളുകളൊക്കെ എങ്ങനെയാണ് വരെ വളരെ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതും അത് ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താ, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഒരു പ്രോട്ടോൺ ആണോ അതോ കുറെ പ്രോട്ടോൺ ഉണ്ടോ? യുറേനിയം ന്യൂക്ലിയസിന്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഒരു പ്രോട്ടോൺ ആണോ ഉള്ളത്? കുറെ പ്രോട്ടോൺ ഉണ്ട്. കുറെ പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അവർ റിപ്പൽ ചെയ്ത് പോണ്ടേ? why they are densely packed or why they are very tightly packed and who's giving that energy? അപ്പൊ ഇതിലൊക്കെ എന്ത് ചെയ്യുന്നാല് ഇവിടെ ആളുകൾ എന്ത് ചെയ്യുന്നാല് ഗ്യാപ്സ്, നമ്മളിപ്പോ എന്ത് ചെയ്യുന്ന, ഞാനിപ്പം ഇങ്ങനെ പറയുകയാണെങ്കിൽ ഗോഡ് ഓഫ് ഗ്യാപ്സ്. അതായത് പണ്ട് ആളുകൾ ഇങ്ങനെ പറയും എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദാ ഈ നമ്മളുടെ തലയുടെ മേലെ കാണുന്ന ഈ നക്ഷത്രങ്ങളൊക്കെ ഇല്ലേ ഉണ്ട്, ഈ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ദൈവമാണ് എന്ന് പറയും. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ദൈവമല്ല, ഗ്രാവിറ്റിയാണ്, അല്ലെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ അവർ പറഞ്ഞു ഈ ഒരു എല്ലാ സാധനങ്ങളെയും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പരമാണു അല്ലെ ആറ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോടാണെന്ന് മനസ്സിലായില്ലേ കുറച്ച് മുന്നേ. അപ്പൊ പറഞ്ഞു ഈ ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ദൈവമാണെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് മനസ്സിലായി ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും വെച്ചിട്ടാണ്. ഇത് ഇങ്ങനെ ഈ മാസ് ഡിഫക്റ്റ് വന്നപ്പോൾ എന്ത് ചെയ്യുന്നതാണ് സയന്റിസ്റ്റുകൾ എന്ത് ചെയ്യും? സയന്റിസ്റ്റുകൾ പറയാൻ അറിയില്ല. പക്ഷേ അപ്പൊ ആളുകൾ പറയും കണ്ടോ ഈ ഒരു ഡിസ്ക്രീപ്പൻസി ഇല്ലേ, ഈ ഡിസ്ക്രീപ്പൻസി എന്ന് പറയുന്ന സാധനം വരുന്നത് അതിനൊക്കെ സോൾവ് ചെയ്യണമെങ്കിലൊക്കെ ഗ്യാപ്പ്, ആ ഗ്യാപ്പില് ഇവിടെ ഈ ഡിഫക്റ്റിന് കാരണമായിരിക്കുന്നതും ഇതാണ്. ഇങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നില്ലേ? നിങ്ങളുടെ സയൻസിനെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ? ഇല്ല. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞപ്പം ഇതും കണ്ടുപിടിച്ചു. എന്ത് പറ്റിയെന്ന് പറഞ്ഞാല് അപ്പൊ മനസ്സിലായി അല്ല ഈ ന്യൂക്ലിയസിന്റെ ഉള്ള പ്രോട്ടോണുകളെയൊക്കെ പിടിച്ചു നിർത്തുന്ന ആരാന്നറിയോ? അറിയില്ല എന്നാണോ പണ്ടത്തെ സയന്റിസ്റ്റ്? അറിയില്ല. അപ്പം അത് ഈ ഒരു ഫണ്ടമെന്റൽ നേച്ചറിന്റെ ഈ ഒരു ഫോഴ്സ് ആണെന്നൊക്കെ പറഞ്ഞു. അത് അവര് അങ്ങനെ ഒരു പേരിട്ട് വിളിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിന് ഒരു പേര് മനസ്സിലായി. ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു ദിസ് മാസ്? വാട്ട് ഹാപ്പൻസ് ടു ദിസ് മാസ്? ആക്ച്വലി മാസ് ഡിഫക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യുന്ന മാസ് എനർജി റിലേഷൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ നമുക്ക് അതിന്റെ ഒരു മീനിങ് കിട്ടി. ഈ ഡിഫക്റ്റ് ഇൻ മാസ് ഒരു ആക്ച്വൽ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ മിസ്റ്റേക്ക് ആയിരുന്നോ? എല്ലാം. ഈ മാസ് വേറൊരു കാര്യത്തിന് യൂട്ടിലൈസ് ചെയ്യായിരുന്നു. The mass defect can be obtained by എന്ത്? Theoretical mass minus actual mass. Mass defect can be obtained by theoretical mass minus actual mass. അങ്ങനെയാണെങ്കിൽ z into mass of proton plus a minus z into mass of neutron ചെയ്താലല്ലേ theoretical mass കണ്ടുപിടിച്ച്, അല്ലെ? കുറച്ച് മുന്നേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയല്ലേ? മൈനസ് ആക്ച്വൽ മാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാസ് ഡിഫക്റ്റ് കിട്ടും. ആ മാസ് ഡിഫക്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ we know this beautiful relation E is equal to mc square. E is equal to mc square. The defect in mass is converted into end energy. It is converted into binding energy. And why is binding energy called as binding energy? It is because that energy is responsible for the binding of the nucleons inside the nucleus. ന്യൂക്ലിയസിനുള്ള ന്യൂക്ലിയോൺസിനൊക്കെ ഒരു കൊടക്കീഴിൽ അണിനിരത്തുന്നത് അല്ലെ വളരെ ചെറിയൊരു സ്ഥലത്തേക്ക് പിടിച്ചു നിർത്തുന്നത് ഈ ഒരു എനർജിയാണ്. ഏത് എനർജി? ബൈൻഡിങ് എനർജി. which binds the nucleon inside the nucleus. അപ്പൊ ചോദിക്കുകയാണല്ല എങ്ങനെ ബൈൻഡിങ് എനർജി കിട്ടുന്നത്? ബൈൻഡിങ് എനർജി കിട്ടുന്നത് ആ ന്യൂക്ലിയസിന്റെ മാസിനെ കുറച്ച് എനർജി ആക്കി മാറ്റിയിട്ടാണ്. ന്യൂക്ലിയസിന്റെ മാസിനെ കുറച്ച് എനർജി ആക്കി മാറ്റിയിട്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി മാസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എനർജി ആൻഡ് സം സിറ്റുവേഷൻ എനർജി ക്യാൻ ബി റീകൺവേർട്ടഡ് ഇൻ ടു മാസ്. അങ്ങനെ നമുക്ക് മനസ്സിലായി ആണ്. അപ്പം ഈ ബൈൻഡിങ് എനർജിയാണ് ദ energy which holds the nucleons inside the nucleus എന്ന് മനസ്സിലായി. അപ്പൊ ബൈൻഡിങ് എനർജി കിട്ടണേ എന്ത് ചെയ്താൽ മതി? മാസ് ഡിഫക്റ്റ് ഇൻറ്റു സി സ്ക്വയർ ചെയ്താൽ മതി. ബൈൻഡിങ് എനർജി കിട്ടണേ നമുക്ക് എന്ത് ചെയ്താൽ മതി? വി ക്യാൻ ഡു മാസ് ഡിഫക്റ്റ് ഇൻറ്റു സി സ്ക്വയർ. മാസ് ഡിഫക്റ്റ് ഇൻറ്റു സി സ്ക്വയർ ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? വിൽ ഗെറ്റ് ബൈൻഡിങ് എനർജി.
അപ്പം വാട്ട് ഇസ് ബൈൻഡിങ് എനർജി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണം എങ്ങനെ പറയാം, ഇറ്റ് ഇസ് ദ എനർജി വിച്ച് holds or binds the nucleon inside the nucleus. And how is binding energy related to the mass defect? Binding energy is related to the mass defect, that is mass defect is converted into binding energy by the equation E is equal to mc square. അല്ലേ ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ടൈം നമുക്ക് ഇവിടെ ഉണ്ടാവില്ല. എന്തായാലും ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അപ് ടു ദിസ് പെർട്ടിക്കുലർ? മനസ്സിലായോ? അപ്പം ന്യൂക്ലിയർ ഫിസിക്സ് മനസ്സിലാക്കുന്നതോടുകൂടി വി ആർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഇസ് ഇൻസൈഡ് അസ്. വാട്ട് ഇസ് ഇൻസൈഡ് അസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ മെയ്ഡ് ഓഫ് ആറ്റംസ് ആൻഡ് ആറ്റംസ് ആർ മെയ്ഡ് ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ഹൗ ദി ന്യൂക്ലിയസ് ഇസ് ബിഹേവിങ് എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ കണ്ടു മനസ്സിലാക്കുകയാണോ അതോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിലൂടെ നമ്മൾ സയന്റിഫിക് ആയിട്ട് മനസ്സിലാക്കുകയാണോ ചെയ്യുന്നത്? ഇവിടെ we are analyzing it scientifically. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരെ അറിഞ്ഞറിഞ്ഞ് വന്നത് ഒരൊറ്റ സുപ്രഭാതത്തിലാണോ? അല്ല, ഇയേഴ്സ് എടുത്തിട്ട് ഇയേഴ്സ് ഓഫ് റിസർച്ച് ഒക്കെ വഴിയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരുന്നത് ആണ്. അപ്പം ബൈൻഡിങ് എനർജി എന്താന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ? ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു എന്താ? മാസ് ഡിഫക്ട് ഇൻറ്റു സി സ്ക്വയർ അല്ലേ? വാട്ട് ഇസ് മാസ് ഡിഫക്ട്? ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ തിയറിറ്റിക്കൽ മാസ് ആൻഡ് ആക്ച്വൽ മാസ് അല്ലേ? ആണോ? അപ്പം സയൻസിൽ ഇങ്ങനെയാണ്. സയൻസിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് ചിലപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷൻ അറിയില്ലെങ്കിൽ അന്വേഷിക്കണം. അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് കണക്ട് ആയിട്ട് കിട്ടും. ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇത് ഇതിനോണ്ടാണല്ലേ, ഇത് ഇതിനോണ്ടാണ്. അങ്ങനെയൊക്കെ മനസ്സിലാക്കി വെച്ച സാധനം പിന്നെ നമ്മൾ മൊത്തമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടി വരും, അല്ലെ? എന്താ കളഞ്ഞ് വേറെ രീതിയിൽ ചിന്തിക്കേണ്ടി വരും, വേറെ എന്തോ ഒരു പ്രോബ്ലം വരുമ്പോൾ. ഇല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, റേ ഒപ്റ്റിക്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് സോൾവ് ചെയ്തു. പക്ഷേ വേവ് ഒപ്റ്റിക്സ് വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ലൈറ്റ് ഒരു പാർട്ടിക്കിൾ അല്ല, ലൈറ്റ് ഒരു വേവ് ആണെന്ന് മനസ്സിലാക്കി റീബിൽഡ് ചെയ്യേണ്ടി വന്നു, അല്ലെ? റീബിൽഡ് ചെയ്യേണ്ടി വന്നില്ലേ? നമ്മൾ റീബിൽഡ് ചെയ്തു. റീബിൽഡ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ഒരു മീനിങ് ഉണ്ടായി വരുന്ന സമയത്ത് ഫോട്ടോ ഇലക്ട്രിക് പറ്റി വന്നു. ഫോട്ടോ ഇലക്ട്രിക് പറ്റി വന്നപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഓ, വേവ് അല്ല, പാർട്ടിക്കിൾ അല്ല. പിന്നെയും നമ്മൾ റീബിൽഡ് ചെയ്തിട്ട് ഡ്യുവൽ നേച്ചർ ആണെന്ന് മനസ്സിലായി. എന്നിട്ട് പിന്നൊക്കെ പഴയ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തു. അപ്പൊ ശരിയാ, ഇതൊക്കെ മീനിങ് ഉണ്ടാക്കി വരുന്നുണ്ട്, ഇല്ലേ? ഉണ്ടോ? ലൈക്ക് വൈസ് ആറ്റം എന്ന് പറയുന്നത് തോംസൺ ഒരു കാര്യം പറഞ്ഞു, പക്ഷെ നമുക്ക് റീബിൽഡ് ചെയ്യേണ്ടി വന്നു റുദർഫോർഡ് പറഞ്ഞ എക്സ്പെരിമെന്റ് വെച്ചിട്ട്, അല്ലേ? ഈ റീബിൽഡ് എന്ന് പറയുന്നത് ടഫ് ആണ്, പക്ഷെ വി നീഡ് ദ ആക്ച്വൽ ട്രൂത്ത്. സയന്റിസ്റ്റുകൾക്ക് എല്ലാവർക്കും അറിയാം എന്ത് പറഞ്ഞാല് അവര് ഈ ചെയ്യുന്ന കാര്യങ്ങൾ അവര് പാറ്റേൺസ് അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ആ ഇന്റർപ്രിട്ടേഷൻ റോങ് ആവാം, ചിലപ്പോൾ കറക്റ്റ് ആവാം. ഇന്റർപ്രിട്ടേഷൻ കറക്റ്റ് ആണ് എപ്പോഴും അത് പെർസീവ് ചെയ്യും, ഇല്ലേ? നമ്മൾ പറഞ്ഞ സാധനം സത്യമാണ് എന്നുണ്ടെങ്കിൽ അത് എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ പിന്നെയും അതിനനുസരിച്ചുള്ള തെളിവുകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ പറഞ്ഞ സാധനം തെറ്റാണെങ്കിൽ എന്ത് ചെയ്യും? കുറച്ചുകൂടി കാലം കഴിയുമ്പം അതിനനുസരിച്ചുള്ള തെളിവുകൾ തെറ്റായ ആക്ച്വൽ ആയിട്ടുള്ള ട്രൂത്ത് പുറത്തേക്ക് വരും, ആണോ? ഇതിപ്പോ സയൻസിന് അങ്ങനെ പ്രീ ജഡ്ജ്മെന്റ് ഒന്നും ഇല്ല. നമ്മൾ പറഞ്ഞ സാധനം എപ്പോഴും ശരിയായിക്കോളം ഒന്നുമില്ല. ഇപ്പം ഈ സയന്റിസ്റ്റ് അല്ലെ ഈ എക്സ്പെരിമെന്റ് ഒക്കെ കാര്യങ്ങൾ വഴി ഇത് ശരിയാണ്. അങ്ങനെ എന്തായാലും ബൈൻഡിങ് എനർജി എന്ന് പറയുന്ന സാധനം വരെ നമ്മൾ പറഞ്ഞു. ഇനി ബൈൻഡിങ് എനർജി അതിന് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. ഇതിപ്പോ വിൽ കണ്ടിന്യൂ ഇറ്റ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ഇന്ന് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. നമുക്കത് മൺഡേയോ ട്യൂസ്ഡേ ആയിട്ട് ഞാൻ ഇൻഫോം ചെയ്യാം. ഓക്കെ.